അങ്ങനെ മാം അപ്പോൾ തന്നെ എനിക്ക് പ്രോമിസ് തന്നിരുന്നു പോകാൻ പറ്റും, ഇയർ ഗ്യാപ്പ് ഒരു ഇഷ്യൂ അല്ല. എനിക്ക് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വറി, ഇയർ ഗ്യാപ്പ് ഒരു ഇഷ്യൂ ആണോ, അതുകൊണ്ട് ഇനി റിജക്ഷൻ കിട്ടുമോ, പോകാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ ഒരു ടെൻഷൻ. ഹായ്, എൻ്റെ പേര് അഖിൽ ജോൺസൺ, ഞാൻ ചാലക്കുടിയാണ് സ്ഥലം. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ചേച്ചി, അളിയൻ, ഭാവിയുണ്ട്. ഞാനിന്ന് ജർമ്മനിലോട്ട് ഹൈ റാങ്കർ വഴി പോകാൻ നിൽക്കുകയാണ്. ഞാനൊരു 2 years മുന്നാണ് ജർമ്മൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ ഞാൻ +2 ശേഷം BDS എന്ന് പറഞ്ഞ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഈ ജർമ്മൻ വഴി നമുക്ക് എങ്ങനെ പോവാം, ഏജ് ഒരു ഇഷ്യൂ അല്ല, ഏജ് ഗ്യാപ്പ് ഒരു ഇഷ്യൂ അല്ല എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത്. 2 years മുന്നാണ് ഞാൻ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഒരു 1 yearൽ എൻ്റെ B2 കംപ്ലീറ്റ് ആക്കിയിരുന്നു. അതിനുശേഷം 3 modules ആണ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നത്. ഞാനപ്പോൾ ഒരു ഏജൻസി വഴി ഇങ്ങനെ അന്ന് പോകാൻ നോക്കിയിരുന്നു. പക്ഷെ അത് അവർക്ക് കോൺട്രാക്റ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു 1 year വേസ്റ്റ് ആയതിനു ശേഷം ഞാൻ ഇങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഏജൻസി ഏതാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ബ്രദർ, സ്വിറ്റ്സർലൻഡിലുള്ള എൻ്റെ ബ്രദർ വഴി ഈ ഹൈ റാങ്ക് എന്നുള്ള ഒരു ഏജൻസിനെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ അവരെ പറ്റി കൂടുതൽ അറിയാൻ പറ്റി. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു. B2 ഫുൾ മൊഡ്യൂളാണെന്ന് പറഞ്ഞിരുന്നത്. അതും നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ഡയറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു 2 monthsനുള്ളിൽ എനിക്ക് ലാസ്റ്റ് മൊഡ്യൂൾ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ആൻസി മാമിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആൻസി മാം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്നു, ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. അവർക്കൊരു കറക്റ്റ് ഒരു 3 monthsൻ്റെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് കോൺട്രാക്റ്റും കിട്ടി, എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റായിട്ടായിരുന്നു അറേഞ്ച് ചെയ്തത്. അങ്ങനെ വളരെ നല്ല രീതിയിലായിരുന്നു എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അതിനുശേഷം വിസയ്ക്ക് വെച്ചു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇയർ ഗ്യാപ്പിൻ്റെ ഇഷ്യൂ കാരണം റിജക്ഷൻ കിട്ടുമോ, കോൺട്രാക്റ്റ് കിട്ടുമോ എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മുന്നേ തൊട്ട്. പക്ഷെ മാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതൊരു ഇഷ്യൂ അല്ല, കോൺട്രാക്റ്റ് കിട്ടും, ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഒരു ഇഷ്യൂ അല്ല, പിന്നെ അവർ നല്ല രീതിക്കാണ് ഇത് ചെയ്യണതെന്നൊക്കെ അറിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മാം പറഞ്ഞ പോലെ തന്നെ റിജക്ഷൻ ഒന്നും കിട്ടിയില്ല. കോൺട്രാക്റ്റ് നല്ല രീതിക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊരു കോൺട്രാക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ റിജക്ഷൻ കിട്ടാണ്ട് പറഞ്ഞ ടൈമിൽ തന്നെ വിസ കിട്ടി. അങ്ങനെ വളരെ വിചാരിച്ച പോലെ, പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഇന്നിപ്പോൾ 31st ഞാൻ ഇന്ന് രാത്രി പോവുകയാണ്. മറ്റന്നെയാണ് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ്. അപ്പോൾ വളരെ ഹാപ്പിയാണ്. ഹൈ റാങ്ക് കെയറിൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാം സാറിനായാലും ആൻസി മാമിനായാലും അവരോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഇന്ന് ഈ 9 പേര് ഇന്ന് ജർമ്മനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ജർമ്മനിൽ വരിക എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തന്ന ഹൈ റാങ്ക് കെയറിന് ഒരുപാട് നന്ദി. നിങ്ങൾക്കും ജർമ്മനി നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ റാങ്ക് കെയറിന് ബന്ധപ്പെടാം. ഇത്ര കാലത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ല ഏജൻസിയാണ് ഹൈ റാങ്ക് കെയർ. അപ്പോൾ എൻ്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ സാധിച്ച ഹൈ റാങ്ക് കെയർ ടീമിന് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒരുപാട് നന്ദി. ഗായ്സ്, ജർമ്മനിക്ക് പോകണോ? നേരെ വിളിക്കുക ഹൈ റാങ്ക് കെയർക്ക്, 100% ഗ്യാരണ്ടി.